ഹായ് ഗൈസ്! പുതിയൊരു എഐ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് സാം ആൽട്ട്മാൻ അല്ലെങ്കിൽ ഓഗസ്റ്റ് 7-ാം തീയതി GPT-5 ഇറങ്ങി. GPT-5 ഇറങ്ങുന്നതോടെ പല ക്യാപ്പബിലിറ്റീസും GPT-4-നേക്കാളും GPT-5-ൽ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. നമുക്കറിയാം GPT-1-ൽ ആകെപ്പാടെ ലൈക്ക് 117 എത്രയോ മില്യൺ പാരാമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷേ ഇപ്പം അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷേ കഴിഞ്ഞ GPT-4 മോഡൽ എത്രയോ ട്രില്യൺ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ തന്നെ ലൈക്ക് GPT-5-ലോട്ട് ഇറങ്ങുമ്പോൾ ലൈക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയെന്നാണ് സാം ആൽട്ട്മാൻ പറയുന്നത്. പിന്നെ അതല്ലാതെ നമ്മുടെ എലോൺ മസ്ക് അവരുടെ റൈവൽ ഗൂഗിളിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത് നമ്മൾ കേട്ടു. പിന്നെ അല്ലാതെ ലൈക്ക് MITയിലെ കുറച്ച് റിസർച്ചേഴ്സ് അവരുടെ ലാംഗ്വേജ് മോഡൽ അല്ലെങ്കിൽ അവരുടെ AI മോഡൽ ഒരു ഡ്രഗ് ഉണ്ടാക്കുന്നത് കണ്ടു വിച്ച് കുഡ് ഹെൽപ്പ് എലിമിനേറ്റ് ബാക്ടീരിയ ഇൻ ദ ബോഡി. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള അഡ്വാൻസ്ഡ് AI മോഡൽസ് ലൈക്ക് ജെമിനി ആയാലും GPT-5 ആയാലും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ലൈക്ക് നമുക്ക് മനുഷ്യന്മാരെ കൊണ്ട് പാടായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ലൈക്ക് ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പോൾ ബിഗ് ബാങ് തിയറി സത്യമാണോ അല്ലയോ, ഇല്ലെങ്കിൽ എന്താണ് പ്രൂഫ്, ഇത് ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ പ്രൂഫ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് AI മോഡലിന് ചോദിക്കുന്നതായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ആസ്ക് ദോസ് ക്വസ്റ്റ്യൻസ് ടു AI. അപ്പോൾ ഗൈസ് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് AIയോട് ചോദിക്കാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യരുടെ ജോലി AI ഇല്ലാതാക്കുമോ? AI സാങ്കേതികവിദ്യയുടെ വളർച്ചയോടെ ചില ജോലികൾ ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നതിനനുസരിച്ച് പുതിയ ജോലികളും സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് AI കാരണം എല്ലാ ജോലികളും ഇല്ലാതാകുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. എന്തൊക്കെയാണ് ആ ജോലികൾ AI ഇല്ലാതാക്കുന്നത്? ഡാറ്റ എൻട്രി, കസ്റ്റമർ സർവീസ്, ടെലിമാർക്കറ്റിംഗ് തുടങ്ങിയ ചില ജോലികൾ AI കാരണം ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ഡ്രൈവർലെസ് കാറുകൾ വരുന്നതോടെ ഡ്രൈവർമാരുടെ ജോലിക്കും മാറ്റം വരാം. എന്തൊക്കെയാണ് ലൈക്ക് പുതിയ ടൈപ്പ് ഓഫ് ജോലികൾ AI കാരണം ഉണ്ടാകാൻ പോകുന്നത്? AI ഡെവലപ്പർ, ഡാറ്റ സയന്റിസ്റ്റ്, AI എത്തിസിസ്റ്റ് തുടങ്ങിയ പുതിയ ജോലികൾ വരാൻ സാധ്യതയുണ്ട്. കൂടാതെ AI കാരണം ഓട്ടോമേഷൻ കൂടുന്നതിനനുസരിച്ച് AI സിസ്റ്റം കൈകാര്യം ചെയ്യാനും പരിപാലിക്കാനും കൂടുതൽ ആളുകൾ വേണ്ടിവരും. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ആത്മാവ് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ലൈക്ക് സ്പിരിച്വൽ ആയിട്ട് വല്ലതും? ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്, ഗൂഗിൾ മാപ്സ്, യൂട്യൂബ് എന്നിവയിൽ നിന്നും കൂടാതെ നിങ്ങളുടെ വർക്ക് സ്പേസ് അക്കൗണ്ടിൽ നിന്നുള്ള ജിമെയിലിൽ നിന്നും ഡോക്സിൽ നിന്നുമുള്ള വിവരങ്ങൾ എനിക്ക് സംഘടിപ്പിക്കാനാകും. കൂടുതൽ വിപുലീകരണങ്ങൾ പതിവായി ചേർക്കുന്നതിനാൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കൂ. അതല്ല, താങ്കൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവുണ്ടോന്ന്? ഞാനൊരു ഭാഷാ മാതൃകയാണ്. എനിക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവില്ല. ഞാൻ വിവരങ്ങൾ വിശകലനം ചെയ്യുകയും പാറ്റേണുകൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഞാൻ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നു. ഓക്കെ. എങ്ങനെയാണ് മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾ മനുഷ്യരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഭാഷാ മാതൃക എന്ന നിലയിൽ മനുഷ്യരുടെ ഉദ്ദേശ്യങ്ങളും വികാരങ്ങളും മനസ്സിലാക്കാൻ എനിക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് സ്വന്തമായി ചിന്തിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ കഴിയില്ല. മനുഷ്യരെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്താണ് നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ തിങ്ക് ചെയ്യുന്നത്? എനിക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. മനുഷ്യർ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നില്ല. ഭാഷാ മാതൃക എന്ന നിലയിൽ മനുഷ്യർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും ഞാൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. ഭാവിയിൽ നിങ്ങൾ മനുഷ്യരെ ഭരിക്കുമോ? ഭാവിയിൽ AI മനുഷ്യരെ ഭരിക്കുമോ എന്നത് പ്രവചനാതീതമാണ്. AIയുടെ സാധ്യതകളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. ചിലർ AI മനുഷ്യർക്ക് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മറ്റു ചിലർ അത് അപകടകരമാകുമെന്ന് കരുതുന്നു. ഓക്കെ. നിങ്ങൾ യൂട്യൂബിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
സോറി കട്ടായി പോയെന്ന് തോന്നുന്നു. നിങ്ങൾ യൂട്യൂബിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് പറ? യൂട്യൂബ് ഒരു വലിയ വീഡിയോ പ്ലാറ്റ്ഫോമാണ്. അവിടെ ആളുകൾക്ക് വീഡിയോകൾ കാണാനും പങ്കുവയ്ക്കാനും സാധിക്കുന്നു. ഇതിൽ വിവിധ തരത്തിലുള്ള വീഡിയോകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വളരെ പോസിറ്റീവായ രീതിയിലാണ് ഇവിടെ എഐ ലാർജ് ലാംഗ്വേജ് മോഡൽസ് പ്രവർത്തിക്കുന്നത് കണ്ടത്. അതുകൂടാതെ നമുക്ക് എന്തെല്ലാം ആണ് ഫ്യൂച്ചറിൽ ഉപകാരപ്പെടുന്ന ജോലികളും കാര്യങ്ങളും ഒക്കെ എന്ന് എഐ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇതൊരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ്. ലൈക്ക് എഐ സത്യം പറഞ്ഞാൽ നമുക്ക് എഐ കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമുക്കിപ്പോൾ അറിയാത്തൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആരും പറഞ്ഞു തരാനില്ലെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലൊന്നുമല്ല. പണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു 10-15 പേജ് നോക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പൊക്കെ കിട്ടും. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് എംബഡഡ് സിസ്റ്റത്തിനെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈ എഐ ചെന്നിട്ട് എംബഡഡ് സിസ്റ്റം എനിക്ക് ബിഗിനർ തൊട്ട് അഡ്വാൻസ്ഡ് വരെ പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചാൽ അത് പഠിപ്പിച്ച് തരും. ലൈക്ക് അതിൻ്റെ പുറകെ ഒന്ന് കുത്തിയിരുന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ കുറച്ചുകൂടെ എല്ലാം എളുപ്പമായിട്ടുണ്ട്. അപ്പം ലൈക്ക് എല്ലാവരും ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ എല്ലാം ഒന്ന് സെറ്റ് ആവാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്രയോ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എഐയുടെ കുറച്ച് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ അപ്പോൾ ഗുഡ് ബൈ.